ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മാതൃകാപരമായ പരിപാടി 10 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ഒന്നിച്ച് നടത്തുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് ഇന്നും നാളെയും എന്നേക്കുമുള്ള സമ്പത്ത്. ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് തലയുയർത്തിപ്പിടിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ അമൂല്യമായ സംഭാവനകളാണ്. നന്മയുടെ, മനുഷ്യ സ്നേഹത്തിൻ്റെ എല്ലാം പ്രതീകമായി ഇന്നും നിലകൊള്ളുന്ന ഗാന്ധിജി. ഗാന്ധിസത്തിൻ്റെ പ്രസക്തി കൂടി വരികയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളും ഗാന്ധിജിയുടെ അനുയായികളും അവരൊക്കെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഗാന്ധിസം നിലനിൽക്കുമോ എന്നാരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തേക്കാൾ ഗാന്ധിസത്തിൻ്റെ പ്രസക്തി കൂടി. അത് നമ്മുടെ രാജ്യത്തിനും ഏറ്റവും അധികം അഭിമാനകരമായിട്ടുള്ള ഒന്നായി തീരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഗാന്ധിജിയെ പുതിയ തലമുറയ്ക്ക് ആ അറിവ് പകർന്നു കൊടുക്കാൻ ഗാന്ധിയൻ സാഹിത്യ കൃതികൾ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഏതിനെയും നമ്മൾ പ്രത്യേകമായി അഭിനന്ദിച്ചേ മതിയാവും. ഗാന്ധിസത്തിൻ്റെ പ്രസക്തി കൂടുന്നു എന്നുള്ളതാണ് ഗാന്ധിയൻ സാഹിത്യത്തിന് ഉണ്ടാകുന്ന പ്രസക്തി. കൂടുതൽ പുസ്തകങ്ങൾ, ഗാന്ധിജിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ. കാരണം ഗാന്ധിജിയെ നേരിട്ട് കണ്ടും അറിഞ്ഞും എഴുതിയിട്ടും ഗാന്ധിജിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഗാന്ധിജിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സാഹിത്യം എന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ മുൻകൈ എടുത്ത ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 10 പുസ്തകങ്ങൾ അതിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മം നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ ഞാൻ ഔപചാരികമായി അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കും.